ടേസ്റ്റ് ബൈ ലക്ഷ്മിയുടെ ന്യൂ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റൈൽ മത്തി വറുത്തതാണ്. അതിനാവശ്യമായ ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ വരഞ്ഞതിന് ശേഷം വേണം മസാലയിലേക്ക് ഇട്ട് കൊടുക്കാൻ. മീൻ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നത് പോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു ഫ്രൈങ് പാനോ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായ ശേഷം അതിലേക്ക് മീൻ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുന്നിടം വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഫ്രൈ ആക്കാൻ ഇട്ട ഉടനെ നമ്മൾ തിരിച്ചു കൊടുക്കല്ലേ, അപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. ഒരു ഭാഗം നല്ലതുപോലെ മൂത്ത ശേഷം മാത്രം അത് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.